കഴിഞ്ഞ ദിവസം ഞാനൊരു വ്ളോഗ് ഇട്ട സമയത്ത് ഞാൻ കറി വെക്കാനൊന്നുമില്ല എന്നെ അപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉള്ളിക്കറീൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കറിക്ക് ആവശ്യത്തിനുള്ള സവാള, ഞാനിപ്പോൾ വലിയ ഒരു സവാള കേട്ടോ എടുത്തിട്ടുള്ളത്, അതിങ്ങനെ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇറച്ചി, മീൻ, മുട്ട, പയറുവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കറി വെക്കാനില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി കേട്ടോ. ഉണ്ടാക്കാനും സിമ്പിളാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ കറിക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വാട്ടി മാറ്റിയെടുത്തതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറിയ ജീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം വീണ്ടും ചെറിയൊരു കുഞ്ഞി പീസ് സവാള ചെറുതാക്കിയിട്ട് നുറുക്കിയത് നമ്മളൊന്ന് വഴറ്റി എടുക്കുക കേട്ടോ. അത് ബ്രൗൺ കളർ ആവാൻ തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് 2 മീഡിയം സൈസായിട്ടുള്ള തക്കാളി, ചെറിയ പീസ് ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മസാല പൗഡേഴ്സാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ്. നല്ലോണം വഴണ്ട് എണ്ണ തെളിയുന്ന ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് അതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ചേർക്കുമ്പം പുളി കുറവുള്ള കട്ടത്തൈര് മാക്സിമം ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ തൈരിൻ്റെ അളവ് കുറയ്ക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളി അതിലേക്ക് ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ച് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. തൈരിൻ്റെ പുളിൻ്റെ കാര്യം മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, ഓവർ പുളിയുള്ള തൈര് എടുക്കാണ്ടിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസും ഫുഡ് റിവ്യൂസും ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനലും മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതൊക്കെ മിക്സായി നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് അവസാനമായിട്ട് നമുക്ക് കുറച്ച് കസൂരി മേത്തിയും മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില ഇല്ലായിരുന്നു കേട്ടോ. കസൂരി മേത്തിയൊക്കെ മസ്റ്റായിട്ട് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ, അതിൻ്റെ ഫ്ലേവർ തന്നെ മാറിപ്പോവും. ഇനി ഇത് നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ, പൂരിൻ്റെ അങ്ങനെ എന്തൊരു ഐറ്റത്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നല്ലൊരു ഗ്രേവി ആയിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പം ഡു ഫോളോ ആൻഡ് സപ്പോർട്ട് ഫോർ മോർ വീഡിയോസ്.